Good morning to you all. Today we are doing a short story. A short story by an Indian writer in English. The short story is entitled The Kite Maker. The Kite Maker. Maker of Kites by Ruskin. The short story the author is Ruskin. Ruskin is a well-known M.A.Eng.Litt writer. He is a famous Indian writer who writes in English language. He is still alive. He is now 87 years of age. His short stories deal with the different facets of Indian life. His short stories deal with the different facets. Facets means aspects or sides of Indian life. ഇന്ത്യൻ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസ് പ്രതിപാദിക്കുന്നത്. Pathos is a striking feature of his stories. Pathos means the quality to produce sympathy or pity. That is what is pathos. Pathos is a striking feature of his stories. The kite maker, the maker of kites, പട്ടം നിർമ്മിക്കുന്നയാള്, പട്ടം, മനോഹരമായ പട്ടം നിർമ്മിക്കുന്നയാള്. The kite maker is about an old man called Mahmood. The kite maker's name is Mahmood. Kite making had been his profession for a long time. For a pretty long time, kite making had been his profession. അയാളുടെ ജോലി വ്യത്യസ്തമായ മനോഹരമായ പല വർണ്ണങ്ങളിലും പല സാങ്കേതിക വിദ്യകളുള്ള കൈറ്റ്സ്, പട്ടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു അയാളുടെ ജോലി. ഇൻ ഹിസ് ഓൾഡ് ഏജ് നൗ ഹി ഹാസ് ബിക്കം ഓൾഡ്. ഇൻ ഹിസ് ഓൾഡ് ഏജ് ഹി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് പ്രൊഫഷൻ. ഹി ഡസ് നോട്ട് ഹാവ് ഹിസ് പ്രൊഫഷൻ. ഹി ഈസ് നോട്ട് ഹാവിങ് ഹിസ് ഓൾഡ് പ്രൊഫഷൻ ഓഫ് കൈറ്റ് മേക്കിംഗ് ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കൈറ്റ് ഫ്ലൈയിങ് നൗ. പഴയ ജോലി ഒരു കാലത്തെ ലുക്രേറ്റീവായ കുടുംബം നടത്താൻ പ്രാപ്തി ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു തൊഴിലായിരുന്നു കൈറ്റ് മേക്കിംഗ്. ഇന്ന് ഹി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ്, ഹി ഡസ് നോട്ട് ഹാവ് ഹിസ് പ്രൊഫഷൻ. ഇന്ന് ആ ജോലിയില്ല. പീപ്പിൾ ഹാഡ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ കൈറ്റ് ഫ്ലൈയിങ്. ദ റീസൺ ഈസ് ദാറ്റ് പീപ്പിൾ ഹാഡ് ലോസ്റ്റ് ഇൻട്രസ്റ്റ്. ദേ ഹാഡ് ലോസ്റ്റ് ദെയർ ആപ്റ്റിറ്റ്യൂഡ് ഫോർ കൈറ്റ് ഫ്ലൈയിങ്. കൈറ്റ് ഫ്ലൈയിങ്ങിൽ താല്പര്യമില്ല ആളുകൾക്ക്. He lives in his old age, he lives with his son and grandson. മകനുണ്ട്, മരുമകളുണ്ട്, പിന്നെ ഗ്രാൻഡ്സൺ, അലി എന്ന് പറയുന്ന ഗ്രാൻഡ്സണും ഉണ്ട്. അവരോടൊപ്പമാണ് ജീവിക്കുന്നത്. He lives with his son and grandson. മകനത്ര താല്പര്യമില്ല, കാരണം ജോലിയും വേലയൊന്നും ഇല്ലാതെ യാതൊരു സമ്പാദ്യം ഇല്ലാത്ത പിതാവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യതയായിട്ടാണ് മകൻ കരുതുന്നത്. The son considers father as a burden. The grandson Ali is his source of joy now. As far as the old man Mahmood is concerned, his grandson Ali is the only source of joy now. ആകെയുള്ള ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ മുത്തശ്ശൻ്റെ ആനന്ദം കൊച്ചുമകനുമായി കഴിഞ്ഞുകൂടുന്നതിലാണ്. കൊച്ചുമകനുമായി കളിതമാശകൾ പറയുകയും കൊച്ചുമകന് വേണ്ടി പട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ആ വൃത്തൻ്റെ ഏക ആനന്ദം, ഒരേ ഒരു സന്തോഷം. Ruskin-born stories are filled with symbolism. Symbolism is a feature with his stories. Ruskin-born stories are filled with symbolism. An old banyan tree. ഇതിൽ ഒരു banyan tree, a very old banyan tree is introduced in the story. An old banyan tree is introduced in the story. ഈ കഥയിൽ വളരെ വർഷം പഴക്കമുള്ള ഒരു ബാനിയൻ ട്രീ അവതരിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഷോൺ ആസ് ബീയിങ് ആസ് മച്ച് നെഗ്ലക്റ്റഡ് ആസ് ദി ഓൾഡ് കൈറ്റ് മേക്കർ. ദി ബാനിയൻ ട്രീ ഈസ് ഷോൺ ഇൻ ദി സ്റ്റോറി ആസ് ബീയിങ് ആസ് മച്ച് നെഗ്ലക്റ്റഡ് ആസ് ദിസ് ഓൾഡ് കൈറ്റ് മേക്കർ മഹമ്മൂദ്. ഈ മഹമ്മൂദ് എന്ന് പറയുന്ന വൃദ്ധനായ കൈറ്റ് മേക്കറെ പോലെ അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണ് ബാനിയൻ ട്രീ. The story ends with the death of the old man. ഈ കഥ അവസാനിക്കുന്നത് വൃദ്ധനായ കൈറ്റ് മേക്കറുടെ മഹമ്മൂദിൻ്റെ മരണത്തോടു കൂടിയാണ്. As the central figure in the story, kite maker is Mahmood. As I told you earlier,
the central figure, the protagonist of the story is Mahmood, an old kite maker. He has become very old. He has become very aged now. He has become an unwanted person in the society now. And in his youthful days, he was a much sought after person. He was greatly sought after person. എല്ലാവർക്കും വേണ്ടുന്ന ഒരാളായിരുന്നു. പട്ടങ്ങൾ തേടിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമായിരുന്നു പണ്ട് ചെറുപ്പകാലത്ത്, അദ്ദേഹത്തിൻ്റെ മഹ്മൂദിൻ്റെ ചെറുപ്പകാലത്ത്. ദി സെൻട്രൽ ഫിഗർ ഓഫ് ദി സ്റ്റോറി കൈറ്റ് മേക്കർ ഈസ് മഹ്മൂദ്, ആൻ ഓൾഡ് കൈറ്റ് മേക്കർ. In his youth, he was very popular figure in the city. While he was young or in his youthful days, he was very popular in the city. People liked him very much. ചെറുപ്പകാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു മഹ്മൂദ്. ദി നവാബ് ഹിംസെൽഫ്, അന്ന് ആ സംസ്ഥാനം ഭരിച്ചിരുന്ന നവാബ് തന്നെ, നവാബ് ഹിംസെൽഫ് ബോട്ട് കൈറ്റ്സ് ഫ്രം ഹിം. എന്തിന്? നവാബ് ഹിംസെൽഫ് ബോട്ട് കൈറ്റ്സ് ഫ്രം ഹിം. നവാബ് തന്നെ ഇദ്ദേഹത്തിൽ നിന്നും പട്ടം വാങ്ങിയിരുന്നു. പട്ടം പറത്താൻ നവാബ് മൈതാനത്ത് വന്നിരുന്നു, അല്ലെങ്കിൽ ആളെ പറഞ്ഞയച്ച് പട്ടങ്ങൾ വാങ്ങിച്ചിരുന്നു നവാബ്. അങ്ങനെ ഒരു കാലഘട്ടം നവാബിന് പോലും പ്രിയപ്പെട്ടവനായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മഹ്മൂദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് there were plenty of open space in the city. അന്ന് ഇന്നത്തെ പോലുള്ള കോൺക്രീറ്റ് ജംഗിളായിരുന്നില്ല നഗരം. ഇൻ ദോസ് ഡേയ്സ്, ഇൻ ദി വെരി ഓൾഡ് ഡേയ്സ്, there were plenty of open space in the city. നഗരത്തിൽ ഇഷ്ടംപോലെ ധാരാളം തുറസായ പ്രദേശങ്ങൾ, മൈതാന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. So kite flying was therefore a popular recreation. In those times, kite flying was a popular recreation or pastime or entertainment. ആളുകളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വിനോദമായിരുന്നു കൈറ്റ് ഫ്ലൈയിങ്. കൈറ്റ് പട്ടം ഇങ്ങനെ നോക്കത്താ ദൂരത്തേക്ക് പറന്നു പോകുന്നത് രസിക്കുന്ന, അല്ലെങ്കിൽ ഈ പട്ടങ്ങൾ പറത്തുന്നതിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പട്ടങ്ങളിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന, കോഴിപ്പോര് പോലെ പട്ടങ്ങൾ വിട്ട് വേറൊരു പട്ടത്തെ കുരുക്കിയിട്ട് ഒരു പട്ടത്തെ കുരുക്കി ആ പട്ടം പൊട്ടിച്ച് പരാജയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പട്ടം ഇങ്ങനെ പറത്തി വേറൊരു പട്ടത്തിൽ ഇങ്ങനെ കുരുക്കുന്നു, എന്നിട്ട് ബലമായി പിടിച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു പട്ടം പൊട്ടുമ്പോൾ ആ വ്യക്തിയെ പട്ടത്തിൻ്റെ ഉടമ തോൽക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത്. സോ കൈറ്റ് ഫ്ലൈയിങ് വാസ് എ ഫേവറൈറ്റ് pastime or recreation, popular recreation in those times. There was a good deal of betting. നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടം മത്സരം ഉണ്ടായിരുന്നു. മത്സരത്തിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പട്ടം നൂല് കൊണ്ട് കുരുക്കി പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൽ വിജയിക്കുന്ന പട്ടങ്ങളുടെ പേരിൽ കൈറ്റ് ബെറ്റിംഗ് ഉണ്ടായിരുന്നു. പട്ടത്തിൻ്റെ പേരിൽ മത്സരം ഉണ്ടായിരുന്നു, പന്തയം വയ്പ്, വാതുവയ്പ് ഉണ്ടായിരുന്നു, ബെറ്റിംഗ് ഉണ്ടായിരുന്നു. There was a good deal of betting. In his old age, Mahmood finds everything changed. In his old age, everything has got changed. പഴയ കാലഘട്ടവും വയസ്സായ ആളുകൾ they are living in the nostalgic old age. ആ ഓർമ്മിക്കുമ്പം മനസ്സിനൊരു വിങ്ങലുണ്ടാക്കുന്ന ആ പഴയ പ്രതാപകാലത്തെക്കുറിച്ച് ചിന്തിച്ചായിരിക്കുമല്ലോ സമയം ചെലവഴിക്കുന്നത്. മഹ്മൂദും അങ്ങനെ തന്നെയാണ്. മഹ്മൂദ് ഒരു കാര്യം മനസ്സിലാക്കുന്നു. He finds everything changed. Much of the open space in the city has disappeared. ഇപ്പോൾ അന്ന് ഉള്ള മൈതാന പ്രദേശങ്ങളൊന്നുമില്ല. അതുപോലെ ബഹുനില കെട്ടിടങ്ങളായി മാറി, പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് മാറി, ബസ് സ്റ്റാൻഡായിട്ട് മാറി, അങ്ങനെ പല പല സംവിധാനങ്ങളായി പല പല കാര്യങ്ങളായി മാറിയിരിക്കുന്നു. മച്ച് ഓഫ് ദി ഓപ്പൺ സ്പേസ് in the city has disappeared now. People have become busy, and also people are running after something that may never come to their hands. People have been very busy now. ഇപ്പോഴേ ആളുകൾ വളരെ തിരക്കിലാണ്. People have become very busy now. വളരെ തിരക്കാണ് ആളുകൾക്ക്, ഒന്നിനും സമയമില്ല. They do not have time for recreation. They are running after artificial recreation like film seeing, film watching, TV watching, etc. അതൊക്കെ ആർട്ടിഫിഷ്യൽ recreation ആണ്. പട്ടം പറത്തൽ പോലുള്ള റിക്രിയേഷൻസ്, നമ്മൾ ഇൻ സച്ച് റിക്രിയേഷൻസ് വി ഹാവ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമുക്കൊരു സജീവമായ പങ്കാളിത്തമുണ്ട്. അതാണ് മനസ്സിന് കൂടുതൽ ആനന്ദം പകരുന്നത്. അതിൽ ജനങ്ങൾക്ക് താല്പര്യമില്ല. ദേ ആർ റണ്ണിങ് ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പ്ലഷേഴ്സ്. കൃത്രിമമായ പ്ലഷേഴ്സിൻ്റെ പുറകെയാണ് ആളുകൾ. ദേ ഹാവ് നോ ആപ്റ്റിറ്റ്യൂഡ്
for time-consuming games like kite flying. People have now no aptitude for time-consuming games like kite flying. കുറേ സമയമെടുക്കുന്ന കൈറ്റ് ഫ്ലൈങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ തീർക്കാവുന്ന ഒരു ഗെയിമല്ല. കുറേ സമയമെടുക്കുന്ന ഗെയിംസായ കൈറ്റ് ഫ്ലൈങ് പോലുള്ള ആ ഗെയിംസിനോട് ആളുകൾക്ക് യാതൊരു അഭിരുചിയൊന്നുമില്ല. They have no aptitude left in such things. However, Mahmoud has one solace he has. അയാൾക്ക് ഒരാശ്വാസമുണ്ട്. അത് വേറെ ആരുമല്ല, ഹിസ് ഗ്രാൻഡ് സൺ അലിയുടെ പ്രകൃതമാണ്. The only one solace he has now is his little grandson Ali. Ali was very fond of kite flying. മുത്തശ്ശൻ്റെ പൈതൃകം നിലനിർത്തുന്നത് അലിയാണ്. അലിക്ക് പട്ടം പറത്തൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. He likes the game very much. He likes kite flying very much. The story opens with Ali's kite getting entangled, caught in the branches of the banyan tree. അവിടെ ഒരു banyan tree ഉണ്ടല്ലോ. ആ banyan ട്രീയിൽ അലി പറത്തിക്കൊണ്ടിരുന്ന മുത്തശ്ശൻ ഉണ്ടാക്കി കൊടുത്ത അവൻ്റെ ഉപ്പുപ്പ ഉണ്ടാക്കി കൊടുത്ത ആ പട്ടം പറത്തുന്നതിനിടയിൽ അത് ആ banyan ട്രീയുടെ ശാഖകളിൽ കുടുങ്ങിപ്പോയി, നൂല് പൊട്ടി. The story opens with Ali's kite getting caught in the branches of the banyan tree. It is an old tree which had grown through the cracks of a ruined mosque. So the banyan tree is an old tree which had grown through the cracks of a ruined mosque. അവിടെ തകർന്നടിഞ്ഞ ഡൈലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോസ്ക്, ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ വിടവിലൂടെ വളർന്നു നിൽക്കുന്ന ഒരു പടൂറ്റൻ banyan ട്രീ ആണത്. When the boy reports about the loss of the kite, the old man consoles him. Ali comes running to the grandfather and reports about the loss of the kite. Ali കൊച്ചുമകൻ ഓടി വന്നു, ഉപ്പൂപ്പൻ്റെ പട്ടം ആ banyan tree കുടുങ്ങിപ്പോയി. Got entangled in the banyan tree. എനിക്കൊരു പട്ടം വേണം, എനിക്ക് ആ പട്ടം എടുത്ത് തരണം, അല്ലെങ്കിൽ ഒരു പട്ടം ഉണ്ടാക്കി തരണം. The boy tells. When the boy reports about the loss of the kite, the old man consoles him. അത് പോട്ടെ മോനെ, അത് പോട്ടടാ. He offers the boy another kite. ഞാൻ ഉപ്പ് 10 മിനിറ്റ് വന്നോ, നീ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ഇരിക്കുക, ഞാൻ അപ്പം ഉണ്ടാക്കി തരാം. He offers the boy another kite. വേറൊരു പട്ടം ഓഫർ ചെയ്യുന്നു. The boy runs away promising not to damage the new kite. പുതിയ പട്ടം കിട്ടിയപ്പോൾ ഹായ് എന്ത് രസമായിരിക്കുന്നു, ഞാനിത് ഒരിക്കലും നശിപ്പിക്കത്തില്ല, ഒരിക്കലും ഞാനിത് തകർക്കത്തില്ല, നശിപ്പിക്കത്തില്ല. The boy runs away promising not to damage the new kite. പുതിയ പട്ടത്തിനൊരു ഡാമേജ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടായി പട്ടം പറത്താനായി ഓടിപ്പോകുന്നു. ബാല്യം പോയി കഴിഞ്ഞപ്പോൾ the old man sits dreaming about his days of glory. The old man Mahmoud now sits dreaming about his old days of glory. പഴയ പ്രതാപകാലം, മഹത്വത്തിൻ്റെ കാലഘട്ടം ഇപ്പോൾ ഇയാളിരുന്ന് ഓർക്കുന്നു. He had once made a special kind of kite filled with pieces of glass. Mahmoud had once made a special kind of kite filled with the pieces of glass. കുപ്പിയുടെയോ മറ്റോ ഗ്ലാസ് കഷ്ണങ്ങൾ, അല്ലെങ്കിൽ മിററിൻ്റെ ഗ്ലാസ് കഷ്ണങ്ങൾ, അതെല്ലാം കൂടെ വെച്ച് ഒരു ചെറിയൊരു പ്രത്യേകമായ ഒരു പട്ടം ഉണ്ടാക്കി. It had the look of a crawling serpent. അത് കണ്ടാൽ, ആ പട്ടം കണ്ടാൽ, ആ ചരടി പിടിച്ച് വലിച്ചാൽ ഇഴഞ്ഞു വരുന്ന ഒരു പാമ്പിനെ പോലെ തോന്നും തീർച്ചയായിട്ടും. It had the look of a crawling serpent. The Nawab was present at the launching of the dragon kites. People gave a new name to the kite. It was named dragon kite. Dragon kite എന്നാണ്, ഒരു വ്യാളി പട്ടം. ഡ്രാഗൺ കൈറ്റ് എന്നാണ് അതിന് പേര് കൊടുത്തത്. ഇത് പറത്തുന്ന സമയത്ത്, മൈതാനത്ത് പറത്തുന്ന സമയത്ത് നവാബ് അത് കാണാൻ വേണ്ടി വന്നിരുന്നു. ദി നവാബ് വാസ് പ്രസന്റ് അറ്റ് ദി ലോഞ്ചിങ് ഓഫ് ദി ഡ്രാഗൺ കൈറ്റ്. ഈ ഡ്രാഗൺ കൈറ്റ് അങ്ങ് പറന്ന് ഉയർന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് മഹ്മൂദിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, ബലമായി അത് പിടിച്ചു വലിക്കുന്നു. അത് ബലമായി പിടിച്ചതിൻ്റെ നൂല് പൊട്ടിച്ച് ആകാശത്തിൻ്റെ സീമകളിലേക്ക് പറന്നുയർന്നു പോയി. ജീവനുള്ള ഒരു ഡ്രാഗണെ പോലായി മാറിയത്. It has become almost like an animated dragon, an alive dragon. Unfortunately, the thread of the kite was broken. Unfortunately, the thread of the kite broke soon after it rose to the sky.
As soon as it rose to the sky, the thread of the kite was broken. The kite disappeared into the higher regions of the sky. The kite, as the kite were alive, it disappeared into the higher regions of the sky. ആകാശത്തിൻ്റെ ഉയർന്ന റീജിയൻസിലേക്ക് ഇത് അപ്രത്യക്ഷമായി. മെഹ്മൂദ് പ്രസൻറ്റഡ് ദി നവാബ് വിത്ത് അനദർ കൈറ്റ്സ്. പിന്നെ മെഹ്മൂദ് വേറൊരു പ്രത്യേകതരം വിശിഷ്ട ഗുണമുള്ള ഒരു പട്ടം നവാബിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. ഇറ്റ് വാസ് എ മ്യൂസിക്കൽ കൈറ്റ് വിച്ച് മെയ്ഡ് ദി സൗണ്ട് ഓഫ് വീണ വൈൽ ഫ്ലൈങ്. പറക്കുന്ന സമയത്ത് വീണയുടെ നാദം ഉതിർക്കുന്ന ഒരു പ്രത്യേകമായ മ്യൂസിക്കൽ കൈറ്റ് ആയിരുന്നു അത്. ഇറ്റ് വാസ് എ മ്യൂസിക്കൽ കൈറ്റ് വിച്ച് produced or made the sound of veena while flying. Now he has become very old. In his old age, Mahmud feels lonely. He is alone. Nobody cares him. അവിടെ എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം മകൻ്റെ കൂടെ. Mahmud feels lonely as the banyan tree. അപ്പുറത്തുള്ള ബനിയൻ ട്രീയെ പോലെയാണ് സ്വയം താനെന്ന് മഹ്മൂദിന് തോന്നുന്നു. He even feels a sense of kinship with the tree. Mahmud even feels a sense of kinship. Kinship means a relationship with the tree. ആ മരവുമായി ഒരു ബന്ധവും മഹ്മൂദ് കാണുന്നു. He even feels a sense of kinship or relationship with the tree. The tree is old like him. മഹ്മൂദിനെ പോലെ, മഹ്മൂദിന് 10-75 വയസ്സായി. അതുപോലെ ഈ വൃക്ഷവും ഒരുപാട് 100 വർഷത്തിലേറെ പ്രായമുള്ള ഒന്നാണ് ഈ ബാനിയൻ ട്രീയും. ദ ട്രീ ഈസ് ഓൾഡ് ലൈക്ക് ഹിം. ഇറ്റ്സ് റൂട്ട്സ് ആർ ട്വിസ്റ്റഡ്. വേരുകൾ വളഞ്ഞ് പുളഞ്ഞിരിക്കുകയാണ്. യു നോ ദ റൂട്ട്സ് ഓഫ് ദ ട്രീ ആർ ട്വിസ്റ്റഡ്. ഇറ്റ്സ് റൂട്ട്സ് ആർ ട്വിസ്റ്റഡ്. സോ ആർ ഹിസ് ഓൺ ഹാൻഡ്സ്. അതുപോലെ തന്നെ മെഹ്മൂദിൻ്റെ കൈകളും. വയസ്സാകുമ്പോൾ കൈകൾക്കൊരു പുഷ്ടിയൊന്നും കാണത്തില്ല. കൈകൾ എല്ലാം ചുളുങ്ങിയ തോലും മാത്രമായി മാറും. അത് മാത്രമല്ല, കൈയിൻ്റെ ഷെയ്പ്പിനൊക്കെ ഒരു വ്യത്യാസം കാണും. കൈയിനൊന്നും നല്ലൊരു ഷെയ്പ്പും ഒന്നും കാണത്തില്ല. സി ആസ് എ പേഴ്സൺ ഗ്രോസ് ഓൾഡ്. സോ ഹിസ് റൂട്ട്സ് ആർ ട്വിസ്റ്റഡ്. സോ ആർ ഹിസ് ഓൺ ഹാൻഡ്സ്. ഇൻ ഫാക്ട് ദി ലൈഫ് ഓഫ് എ man is very much like the tree. See, Mahmud feels that the life of a man is very much like the tree. ഒരാളിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ, വൃക്ഷത്തിൻ്റെ കാര്യം പോലെയാണ്, വൃക്ഷത്തിൻ്റെ ജീവിതം പോലെയാണ്. ഇൻ യൂത്ത് ബോത്ത് ലുക്ക് ഗ്ലോറിയസ്, മാർവലസ്, ഗ്ലാമറസ്. ചെറുപ്പകാലത്ത് മനുഷ്യനും മരവും ഒരേപോലെയാണ്. നല്ല ഗ്ലാമറസ് ആയിരിക്കും, ഗ്ലോറിയസ് ആയിരിക്കും ചെറുപ്പകാലത്ത്. ഇൻ യൂത്ത് ബോത്ത് ലുക്ക് ഗ്ലോറിയസ് ഓർ ഗ്ലാമറസ് ഓർ യൂത്ത്ഫുൾ. ഇൻ ഓൾഡ് ഏജ് ബോത്ത് അപ്പിയർ പിറ്റിഫുൾ. പ്രായം ചെന്ന് കഴിഞ്ഞാൽ, വയസ്സായി കഴിഞ്ഞാൽ, ദ ട്രീ ആസ് വെൽ ആസ് മാൻ അപ്പിയർ പിറ്റിഫുൾ. വളരെ ദയനീയമായ അവസ്ഥയിലായി മാറും. പട്ടമെല്ലാം പറത്തി കഴിഞ്ഞിട്ട് വെൻ അലി റിട്ടേൺസ് ഹോം, അലി വീട്ടിലേക്ക് വരുമ്പോൾ വെൻ അലി റിട്ടേൺസ് ഹോം ഹി ഫൈൻഡ്സ് ഹിസ് എ ഗ്രാൻഡ് ഫാദർ ഇൻ എ സ്ട്രേഞ്ച് പോസ്. ഒരു പ്രത്യേക പോസിലിരിക്കുന്ന ഗ്രാൻഡ് ഫാദറിനെയാണ് അലി കാണുന്നത്. ദി ഓൾഡ് മാൻ ഡസ് നോട്ട് റിപ്ലൈ ടു ഹിസ് ക്വസ്റ്റ്യൻസ്. അലി ചോദിക്കും, മുത്തശ്ശൻ എന്ത് പറ്റി? അലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയത്തില്ല. Mahmud does not give proper answers. Mahmud does not give answers to the questions made by Ali. അലിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. The sound of heavy breathing is heard. The sound of heavy breathing. ഇല്ല, ശ്വാസം മുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആസ്മ രോഗികൾ ചില സമയത്തൊക്കെ ശ്വസിക്കാൻ പാടുപെട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പാൻഡമിക്കിൻ്റെ സമയമാണല്ലോ, COVID-19 ഒന്ന് ബുദ്ധിമുട്ടി ശ്വാസം കിട്ടാൻ പാടുപെട്ട് ഭയങ്കര അത്യുച്ചത്തിലുള്ള ശ്വാസോച്ഛ്വാസമാണ് മഹ്മൂദിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോകാനുള്ള ഒരു ശ്രമമാണ്. അവസാനത്തെ ശ്വാസവും പുറത്തു പോകാനുള്ളൊരു ശ്രമമാണ്. The sound of heavy breathing is heard. The boy runs out. The frightened boy Ali. The boy runs out shouting for his mother. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് പയ്യൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു പേടിച്ചിട്ട്. The boy becomes frightened. He is totally afraid of the strange
condition of his grandfather. So the boy runs out shouting for his mother. A sudden wind lifts the kite from the banyan tree. അലിയുടെ പട്ടം ആ ബനിയൻ ട്രീയുടെ ശാഖയിൽ കുടുങ്ങിയിരുന്നാണല്ലോ. പെട്ടെന്ന് എവിടുന്നോ ഒരു മന്ദമാരുതൻ വായു അങ്ങോട്ട് വീശുന്നു. ആ വായുവിൽ ആ കൈറ്റ് അതിൽ തങ്ങിയുന്ന ബ്രാഞ്ചസിൽ തങ്ങിയുന്ന കെട്ടിപ്പിണഞ്ഞ് കിടന്ന ആ കൈറ്റ് അത് മെല്ലെ 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 ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നു. യുനോ, എ സഡൻ വിൻഡ് ലിഫ്റ്റ്സ് ദി കൈറ്റ് ഫ്രം ദി ബാനിയൻ ട്രീ. മെല്ലെ മെല്ലെ പട്ടം ഉയർന്നു പോകുന്നു. അവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. യുനോ, ദി ഫ്ലൈയിങ് കൈറ്റ്, it is symbolic of the soaring of the old man's soul to heaven. It is highly symbolic of the old man's soul rising to heaven or soaring to heaven. ഈ വൃദ്ധൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു സിമ്പലാണ്. അങ്ങനെയുള്ള ഒരു സിംബലിസമാണ് നമുക്ക് അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നത്. Thus the neglected Mahmood dies in a pitiful manner.